ഹലോ കൂട്ടുകാരെ, ഞാനൊരു ഫ്രെയിം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്യണത് നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഈ ഫ്രെയിമിന് 95 രൂപയാണ് വില വരുന്നത്. ഇത് ആരി വർക്കിന് വേണ്ടിയും മെഷീൻ എംബ്രോയിഡറി, ഹാൻഡ് എംബ്രോയിഡറി എന്നിവയ്ക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫ്രെയിമാണ്. അപ്പോൾ ഇത് നമ്മൾ തുണിയെടുത്ത് ചുറ്റിക്കെട്ടി നമ്മളിത് ടൈറ്റ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തുണി ഇത് വർക്ക് ചെയ്യുന്ന തുണി അത് നമുക്ക് ടൈറ്റ് ചെയ്യുമ്പോൾ കീറാതിരിക്കുകയും പിന്നെ ഫ്രെയിം കൂടുതൽ കാലം ഉപയോഗിക്കാൻ പറ്റുകയും ചെയ്യും. അപ്പൊ ഇതിന് 18 സൈസിലൊരു ഫ്രെയിമാണിത്. ഇതിലും ചെറിയ ഫ്രെയിമുകളൊക്കെ കിട്ടും. ഇത് ആരി വർക്കിന് വേണ്ടി വാങ്ങിയത് കൊണ്ട് അത്ര വലിയ ഒരു ഫ്രെയിം വേണം നമുക്ക് സ്റ്റാൻഡിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ സ്റ്റാൻഡ് സെറ്റ് ചെയ്യുന്നത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു വീതിയിൽ ഒരു 3-4 ഇഞ്ച് വീതിയിൽ ഒരു തുണി കട്ട് ചെയ്തെടുത്ത് കുറച്ചധികം തുണി വേണം. ഒറ്റ നീളത്തിലാവരുത് കട്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ അത് കറക്റ്റ് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ കുറച്ച് ഒരു 10-20 ഇഞ്ച് അങ്ങനെ വീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ട് നീളത്തിൽ 10-20 ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് അത് മടക്കി ചുറ്റിക്കെട്ടുക. തേരുഭാഗമാണെന്നുണ്ടെങ്കിൽ മടക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ തുണി ഇഴന്ന് പോകും വരെയെത്തുന്നത്. അതുകൊണ്ടാണ് തേരുഭാഗമാണെന്നുണ്ടെങ്കിൽ നമുക്കുള്ളത് മടക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇത് ചുറ്റിക്കെട്ടി ഇതിന്റെ മേളിൽ കൂടെ നൂലും കൂടെ ഒരേ വണ്ണത്തിൽ വേണം അത് ചുറ്റാൻ വേണ്ടി. എന്നിട്ട് നൂലും കൂടെ ഇട്ട് നല്ല ടൈറ്റായിട്ട് പിടിച്ച് വലിച്ച് ടൈറ്റായിട്ട് കെട്ടണം. അല്ലെങ്കിൽ അത് നമ്മൾ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ലൂസായി പോരും. അപ്പൊ തുണി ഇങ്ങനെ ലൂസായിട്ട് അഴിഞ്ഞു പോരും. അപ്പം അതില്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ നല്ല ടൈറ്റായിട്ട് കെട്ടണം. അപ്പം നമ്മളിത് എന്തെങ്കിലും വെച്ച് ഇങ്ങനെ അടിച്ച് ആണ് മെഷീൻ ഫ്രെയിം ടൈറ്റ് ചെയ്യണത്. അപ്പം പെട്ടെന്ന് ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പം ഇതില്ലാതിരിക്കും. അപ്പം ഇത് ചുറ്റിക്കെട്ടിയതിന് ശേഷം ഇതാണ് ഇതിന്റെ ഫൈനൽ ലുക്ക്. ഇതറിയാവുന്ന ആൾക്കാരുണ്ടാകും. അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ ഓക്കെ. അരി സ്റ്റാൻഡ് സെറ്റ് ചെയ്യണത് അടുത്ത വീഡിയോയിൽ കാണിക്കാം.